ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ശരിക്കും PSC സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് ബുക്കൊക്കെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. പക്ഷേ തുടങ്ങാൻ അത്ര ഈസി ആയിട്ടുള്ള കാര്യമില്ല. കാരണം എൻ്റെ LPUP കഴിഞ്ഞോട് കൂടിയിട്ട് അല്ലെങ്കിൽ LDC കഴിഞ്ഞോട് കൂടിയിട്ട് മൊത്തത്തിൽ എല്ലാം നിർത്തിയാലോ എന്നുള്ള ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ പ്രൈവറ്റിലായിട്ട് നോക്കാം, ഇനി ആ ഒരു ഇതിലേക്ക് ഞാൻ ഇല്ല എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത്. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ മനസ്സിന്. കാരണം ഒരു 75% എങ്കിലും ഞങ്ങൾ എൻ്റെ ഫ്രണ്ട്സും ഞാനൊക്കെ കൂടിയിട്ട് PSC ഓൾമോസ്റ്റ് കവറാക്കി കഴിഞ്ഞിട്ടുള്ളതാണ്. പിന്നെയും നമുക്ക് അത് നിർത്താമെന്ന് പറയുമ്പോൾ ഒരു PSC പഠിക്കുന്ന ഒരു വ്യക്തിക്ക് അതിൻ്റെ വിഷമം അറിയുള്ളൂ. കാരണം ഞാനൊരു പ്രൈവറ്റിൽ ടീച്ചറായിട്ട് നോക്കണം, ഇനിയുള്ള കാലം അങ്ങനെ ജീവിക്കാം. മറ്റുള്ളവർക്ക് എങ്കിലും കാണുമ്പോഴെങ്കിലും കുറച്ച് നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിലും മറ്റുള്ളവർക്ക് കാണുമ്പോൾ ആ ചോദ്യങ്ങൾക്കൊരു കുറവുണ്ടാവില്ല വെച്ചിട്ട് ഞാൻ അതിലേക്ക് ഇറങ്ങാം ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്തത്. പിന്നെ എന്തോ എനിക്കറിയില്ല, ആരും പറഞ്ഞിട്ടോ ഒന്നുമല്ല, പെട്ടെന്ന് എനിക്ക് വീണ്ടും എൻ്റെ പഠനം സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം വന്നു എനിക്ക്. ഞാൻ ഒരാളുടെ വാക്കോ കാര്യങ്ങളോ ഒന്നും കേൾക്കുന്നില്ല, ക്വസ്റ്റ്യൻസിനൊന്നും മറുപടി കൊടുക്കുന്നില്ല, കൂടുതൽ എക്സ്പ്ലനേഷനൊന്നും ചെയ്യാത്ത തരത്തിൽ വീണ്ടും പഠിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ അതിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് ഡേ കുറച്ച് ദിവസമായി സ്റ്റാർട്ട് ചെയ്തിട്ട്, പക്ഷേ വീഡിയോസൊന്നും എടുക്കാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല. എൻ്റെ ഫസ്റ്റത്തെ യൂട്യൂബ് ചാനൽ ഞാൻ ഒരുമിച്ച് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ HSA വിളിക്കുന്നുണ്ട്, സോഷ്യൽ സയൻസ് എന്ന് കേട്ടു, അപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ഏണിങ്സായിട്ട് ഞാൻ അപ്പുറത്തെ ട്യൂഷൻ സെൻറ്ററിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോയിട്ട് പഠിക്കണം. പിന്നെ എനിക്കുള്ളതൊരു കുഞ്ഞു മോനാണ്, അവൻ ഇപ്പോൾ നേഴ്സറിയിലായപ്പോൾ അവൻ്റെ ഒരു കലപില ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഞാൻ PSC ഓഫ്ലൈനായിട്ട് പഠിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് വീണ്ടും ഒരു ഇതിൽ പോകാൻ പറ്റുമെന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക്. ഫ്രണ്ടിൽ പറഞ്ഞ പോലെ അവളും ഭയങ്കരമായിട്ട് വിഷമത്തിൽ എത്തിക്കാൻ 1.5 വർഷത്തെ പ്രിപ്പറേഷനായിരുന്നു ഞങ്ങൾ. അല്ലെങ്കിൽ പഠിക്കാൻ വായിക്കൊന്നുമില്ല, കാരണം ഞങ്ങളൊരു ഹ്യൂമാനിറ്റീസ് ബേസുള്ള ആൾക്കാരാണ്. അപ്പോൾ സയൻസ് ക്വസ്റ്റ്യൻസ് പരമാവധിയല്ല, നമ്മളത് 100% പഠിച്ചിട്ട് വന്നിട്ടടക്കം നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ ഒരു മിസ്റ്റേക്ക് വെച്ചാൽ എക്സാം ചെയ്തിട്ട് പഠിക്കാറില്ല. അതിൻ്റെ ഒരു പ്രശ്നം എനിക്ക് എക്സാമിലുണ്ടായി, നെഗറ്റീവ് വരുത്തുന്നുണ്ട്. കട്ട് ഓഫിൻ്റെ അടുത്തെത്തുമ്പോഴത്തേനും ബാക്കിലോട്ട് തള്ളപ്പെടുന്നത് ഭയങ്കര വിഷമമായിട്ടുള്ള കാര്യമില്ല. ശരിക്കും 2019 ഞാനും 2020 സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റത്തെ എക്സാം ആയിരുന്നു LPUP, LDC, HSA ഒക്കെ ഒരേ ഫ്ലോയിൽ അതേപോലെ തന്നെ ഇപ്പം വീണ്ടും വന്നിരിക്കുന്നത് LPUP, LDC, HSA. അറിയില്ല ഇതെന്താവുന്നൊന്നും. ഒരുപാട് ആൾക്കാർ വീഡിയോ ഒക്കെ ഇട്ട് കാണുമ്പോൾ ഞാനും ആഗ്രഹിക്കും എനിക്കും വീഡിയോ എടുക്കായിരുന്നു, പഠിക്കായിരുന്നു. എന്നെപ്പോലെ ഒരുപാട് ആൾക്കാർ വീണ്ടും എല്ലാതും ഒഴിവാക്കിയിട്ട് വീണ്ടും പ്രൈവറ്റിലേക്ക് ചാടാൻ ഒരുങ്ങിയ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ വർക്ക് ചെയ്തതിൻ്റെ ഹാർഡ് വർക്കിനേക്കാൾ കൂടുതൽ നമ്മൾ ഒരു സ്മാർട്ടായിട്ട് പോവാൻ എങ്ങനെയാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇനി ഞാൻ ചിലവാക്കിയിട്ടുള്ള സമയത്തിനൊന്നും ഒരു കണക്കുണ്ടായിട്ടില്ല. കാരണം എൻ്റെ 1.5 വയസ്സുള്ള മകനായിട്ട് ഞാൻ പഠിക്കാനായിട്ട് ഇരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ എനിക്ക് ഒരുപാടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അങ്ങനെയും അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിച്ചു, സാധിച്ചില്ല. എന്നിരുന്നാലും ഫസ്റ്റ് വീഡിയോ ആണിത്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.